ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വരും, ക്ഷമിക്കണം. ഇതൊരു ചെറിയ ചാനലാണ്. എല്ലാ ആളുകളുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് എനിക്ക് അറിവുള്ളത്. ഒരു വീട്ടിൽ നടന്ന സംഭവമാണ്. അതാണ് ഞാനിവിടെ നിങ്ങളെടുത്ത് ഒരു കഥയായി പറയാൻ പോവുകയാണ്. ഈ കഥ കേൾക്കുമ്പോൾ ചിലവർ വിചാരിക്കും ഇത് എൻ്റെ കഥയാണല്ലോ ഇവിടെ പറഞ്ഞതെന്ന്. അങ്ങനെ ഒത്തിരി അച്ഛനമ്മമാർക്ക് സംഭവിച്ച ഒരു കഥയാണ്. എന്തായാലും നമുക്ക് കഥ തുടങ്ങാം. സരസ്വതിയും സതീശൻ എന്ന് പറയുന്ന രണ്ടുപേർക്ക്, ഒരു ഭാര്യയും ഭർത്താവാണ്. അവർക്ക് രണ്ട് മക്കളുണ്ട്. മോളുടെ പേര് സുനിത, മോൻ്റെ പേര് സുധീഷ്. സുധീഷ് എന്നാണ് മോൻ്റെ പേര്. മോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, മോൻ +2 പഠിക്കുകയാണ്. അങ്ങനെ അവരെ കുടുംബം സന്തോഷമായിട്ട് അച്ഛനും അമ്മയും രണ്ട് മക്കളും ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോവുകയാണ്. അപ്പം മോളെപ്പോഴും പറയും, അമ്മ എനിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ജോലി നോക്കണം, അല്ലെങ്കിൽ ഇനി പഠിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോഴൊന്നും കല്യാണമൊന്നും വേണ്ട, അത് തന്നെ മോള് മോളെ ഇഷ്ടം പോലെ ആവട്ടെ, പഠിച്ചൊരു ജോലിയൊക്കെ വേണമെന്ന് അച്ഛനും അമ്മയും മനസ്സുകൊണ്ട് മോളെ കൂടെ നിന്നു. പെട്ടെന്നാണ് ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നത്. ഒരു ബ്രോക്കർ വന്നു സരസ്വതിനെയും സതീശനെയും കാണുന്നു. നിങ്ങളുടെ മോക്കൊരു നല്ല ആലോചന വന്നിട്ടുണ്ട്, ഇതേ കണക്കത്തൊരു ആലോചന ഇനി വരത്തില്ല, അത്രയ്ക്ക് നല്ല ആളുകൾ. ചെറുക്കന് ഗൾഫിൽ വലിയ ജോലിയാണ്, എൻജിനീയറാണ്. നിങ്ങൾ കെട്ടിക്കൊടുത്താൽ നിങ്ങളെ മോള് സുഖമായിട്ട് ജീവിക്കും, നിങ്ങളും രക്ഷപ്പെടും, നല്ല സ്വത്തൊക്കെ ഉള്ള ആളുകളാണ്. നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം, അടിപൊളി. അവന് വേണ്ട നല്ലൊരു പെങ്കൊച്ചിനെയാണ്, പഠിപ്പമുള്ള പെങ്കൊച്ചിനെയാണ്. അപ്പം നമ്മളെ സതീശൻ പറഞ്ഞു, അവളിപ്പോൾ പഠിക്കുന്ന എളുപ്പം കെട്ടിക്കുന്നില്ല, കുറച്ച് 2 കൊല്ലവും കൂടി കഴിയട്ടെ. ഇല്ല, നിങ്ങൾ കെട്ടിച്ചു കൊടുക്കും, അവരവരെ പഠിപ്പിക്കും. നിങ്ങൾ പറയുന്ന കണക്കല്ല, നല്ല ആലോചനയാണ്, നിങ്ങളെ മോക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ കിട്ടില്ല, നിങ്ങളും രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പം സതീശനും സരസ്വതിക്ക് എന്തോ മനസ്സൊന്ന് ശരിയായിരിക്കും, നല്ല പയ്യനല്ലേ, എൻ്റെ മോക്ക് ഇത്രയും വലിയ സ്ഥലത്തുനിന്ന് ഒരു ആലോചന വന്നല്ലോ എന്നും പറഞ്ഞ് അവരും വിചാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. സുനിത എടുത്ത് സരസ്വതിയും സതീശനും പറഞ്ഞപ്പം മോള് പറഞ്ഞു, അമ്മ എനിക്കിപ്പോൾ കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണം, ഇനി എത്ര പണക്കാരായാലും എനിക്ക് വേണ്ട, അപ്പം ഞാൻ ഡിഗ്രി എനിക്ക് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. മോളെ നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞു നോക്കാം, മോളെ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ വിടുവോ ഇല്ലേ എന്ന്. നല്ല ആലോചന, ബ്രോക്കർ പറയുന്നു, മോളെ നിൻ്റെ ഭാഗ്യമാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുനിതയും സമ്മതിച്ചു. അങ്ങനെ പെണ്ണ് കാണാൻ വന്നു, അവരോട് വീട്ടുകാരെല്ലാം വന്ന്. അപ്പം സതീശനും സരസ്വതി അവരുടെ അടുത്ത് പറഞ്ഞു, മോളെ പഠിപ്പിക്കണം, അവൾക്ക് ഡിഗ്രി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ സുനിതയും പയ്യനുമായിട്ട് സംസാരിച്ചു. അപ്പം പയ്യൻ്റെ അടുത്ത് പറഞ്ഞു അതിനെന്താ, നീ പഠിച്ചോ, കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞിട്ട് നീ പഠിക്കാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണമെല്ലാം സെറ്റപ്പായി, എല്ലാം ഉറപ്പിച്ചു. അപ്പോൾ ഇനി പെങ്കൊച്ചിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ ബ്രോക്കറുടെ അടുത്ത് ചോദിച്ച് അവർക്ക് വല്ല ചോദ്യം ഉണ്ടേ, അവർക്ക് ചോദ്യമൊന്നുമില്ല, നിങ്ങളെ കയ്യിലുള്ളത് കൊടുത്താൽ മതി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ കയ്യിലൊന്നുമില്ല, കടം മേടിച്ചാലും 10 20 പവൻ. അയ്യോ, 10 60 പവൻ കൊടുക്കണം, ചെറുക്കൻ ഗൾഫിലെ വലിയ എഞ്ചിനീയറാണ്, മോശമല്ലേ, നിങ്ങളെ മോൾ അവിടെ ചെന്ന് കയറുമ്പോൾ ആളുകളെല്ലാം ചോദിക്കില്ല, ചെറുക്കൻ വേറൊരു വീട്ടിൽ ചെന്നാൽ 100 പവൻ കിട്ടും. പിന്നെ അവൻ ഈ പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കാണാൻ സുന്ദരി ഒരു പെൺകുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ കല്യാണം ഇങ്ങനെ ആലോചിച്ച് ഇവിടെ വന്നത്. എന്തായാലും നിങ്ങളൊരു 40 പവനെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാം, അത് നിങ്ങൾ കടം മേടിച്ച് കൊടുക്ക്, പിന്നെ നിങ്ങളുടെ മരുമോ നിങ്ങളെ സഹായിക്കും, മോളെടുത്ത് പറഞ്ഞാൽ മതിയെന്നൊക്കെ ബ്രോക്കർ പറഞ്ഞ് അവരെന്തൊരു ചെയ്ത് കിടക്കുന്ന കിടക്കാടം കൊണ്ടുവന്ന് ബാങ്ക് വെച്ച് കുറേ ആളുകളെ നിന്ന് പണം കടം മേടിച്ച് ഈ മോളെ കെട്ടിച്ച് വിട്ടു. സന്തോഷമായി, എൻ്റെ മോള് ജീവിക്കട്ടെ, കടമായാലും വേണ്ടിയില്ലെന്ന് അച്ഛനും അമ്മയും ചിന്തിച്ചു. അങ്ങനെ സുനിതയുടെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ ഒരാഴ്ച എല്ലായിടം പോക്കും വരവും ഒക്കെ ആയി. ഭർത്താവിൻ്റെ ഒരു സജീവൻ എന്നാണ്. അങ്ങനെ ഒരു സന്തോഷമായിട്ട്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പം നമ്മുടെ സുനിത പറഞ്ഞു, ചേട്ടാ എനിക്ക് കോളേജിൽ പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞു, എനിക്ക് ഡിഗ്രി പൂർത്തിയാക്കണം. അതിപ്പം പോകണ്ട, കുറച്ച് കഴിയട്ടെ, പിന്നെ പോവാം, ഇനിയിപ്പം വിരുന്നും കാര്യം അതൊക്കെ കഴിഞ്ഞല്ലോ ചേട്ടാ, ഞാൻ എന്തായാലും പഠിക്കാൻ പോട്ടെ, എനിക്ക് ഡിഗ്രി ഒന്ന് പൂർത്തിയാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ അമ്മയടുത്തും അച്ഛൻ്റെ അടുത്തും ഒക്കെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് സജീവൻ ഒഴിഞ്ഞു. സജീവൻ്റെ അമ്മ അച്ഛൻ്റെ അടുത്തും ചോദിച്ചു, സുനിതയ്ക്ക് പഠിക്കാൻ പോകണമെന്ന് പറയുന്നു. അമ്മ അച്ഛനും എന്തോ പറയുന്നു, അത് പഠിക്കാനൊന്നും പോകാൻ പറ്റത്തില്ല, പഠിച്ചതൊക്കെ മതി, ഇനി വീട്ടിലുള്ള വേലയും ചെയ്ത് വീട്ടിൽ ഇരിക്കാൻ പറ എന്നും പറഞ്ഞ് നമ്മുടെ സജീവിൻ്റെ അമ്മ അവിടെ വഴക്ക് പറഞ്ഞു. സജീവൻ ചെന്ന് നമ്മുടെ സുനിതയുടെ അടുത്ത് പറയുകയാണ്, ഇനി പഠിക്കാനൊന്നും പറ്റത്തില്ല, നീ വീട്ടിൽ ഇരുന്നാൽ മതി, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ജോലിയുണ്ടല്ലോ, എൻ്റെ അച്ഛനും അമ്മയും വയസ്സായി, അവരെ നോക്കി നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. സുനിത ചോദിച്ചു, ഇതൊന്നും പറഞ്ഞിട്ടല്ലല്ലോ എന്നെ കല്യാണം കഴിച്ച് പഠിപ്പിക്കാമെന്നല്ലേ പറഞ്ഞത്? അത് അന്ന് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പം നടക്കില്ലെന്ന് സജീവൻ സുനിതയോട് പറഞ്ഞു. സുനിത ഫോൺ വിളിച്ച് അച്ഛനും അമ്മയോടും പറഞ്ഞു, അമ്മയെ അവരെന്നെ പഠിക്കാൻ വിടുന്നില്ല, വീട്ടിൽ അച്ഛനും അമ്മയും നോക്കിയിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ സരസ്വതി പറഞ്ഞു, മോളെ കരയേണ്ട. സതീശൻ പറഞ്ഞു, കരയേണ്ട, ഞങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞു. അവർ സജീവൻ്റെ അടുത്ത് സംസാരിച്ച്, മോനെ നിങ്ങൾ പഠിക്കാൻ വിടാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ചെന്ന്, അതിനി അവൾ പഠിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, വീട് നോക്കി വീട്ടിൽ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു. സരസ്വതി പറഞ്ഞു, മോനെ അങ്ങനെയൊന്നും പറയല്ലേ, അവൾക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, ഒരു ജോലി മേടിക്കണമെന്ന്, അത് പറ്റത്തില്ല, എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. സജീവിൻ്റെ അച്ഛനും അമ്മയും സജീവിനോട് പറഞ്ഞു, നീ അവളെ വീട്ടിൽ വിടുകയും ഫോൺ വിളിക്കാനും അനുവദിക്കുന്നത് കൊണ്ടാണ് ഇവൾക്ക് ഇപ്പോൾ പഠിക്കണമെന്ന് പറയുന്നത്. പിന്നെ അവൾ പഠിച്ചൊരു ജോലി മേടിച്ചാൽ ഒരിക്കലും നീ പറയുന്ന അനുസരിക്കത്തില്ല. അതുകൊണ്ട് ഇനി അവളെ അച്ഛനും അമ്മയും കാണാനും പാടില്ല,
പിന്നെ ഫോൺ വിളിക്കാനും പാടില്ല എന്ന് അച്ഛനും അമ്മയും പറഞ്ഞു. അച്ഛനും അമ്മയും സജീവനോട് അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പം സജീവൻ ഭാര്യ സുനിതയെടുത്ത് പറഞ്ഞു, ഇനി നിന്റെ വീട്ടിൽ എപ്പോഴും പോകാനും പറ്റത്തില്ല, വിളിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു പറ്റത്തില്ല. അങ്ങനെ വഴക്കായി. സരസ്വതിയും സതീശനും എല്ലാവരും കൂടി അവിടെ വന്നു, പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയിട്ട് വന്നു. അങ്ങനെ ഒരു തീരുമാനം എടുത്തു, മാസത്തിൽ ഒരു ദിവസം മാത്രം അമ്മയും അച്ഛനെയും കാണാൻ പോകാം, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരണം, എപ്പോഴും വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. മോളെ ജീവിതമാണ്, അവൾ നന്നായി ജീവിക്കട്ടെ, ഞങ്ങൾ കാരണം അവളെ ജീവിതം തകരണ്ടെന്നും സരസ്വതിയും സതീശനും സമ്മതിച്ചു. വേണ്ട, അവൾ വരണ്ട, അവൾ വല്ലപ്പോഴും ഒരിക്കൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഒത്തീർപ്പാക്കി പിരിഞ്ഞുപോയി. ഇതിനിടയ്ക്ക് സതീശനും സരസ്വതിയും കല്യാണത്തിന് പണം കടം മേടിച്ചവരൊക്കെ ചോദിക്കാൻ തുടങ്ങി. വേറൊരാളെ നിന്ന് കടം മേടിച്ച് അവർക്ക് കൊടുക്കും. ബാങ്കിൽ ഈ കടങ്ങളെല്ലാം കിടന്ന് പെരുവി. എന്നാലും അവർ മനസ്സുകൊണ്ട് വിചാരിച്ചു കുഴപ്പമില്ല, എൻ്റെ മോള് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അങ്ങനെ മോക്കൊരു കുഞ്ഞ് പിറന്നു. അപ്പോൾ അതിൻ്റെ പ്രസവവും കുഞ്ഞിന് അരിഞ്ഞാണം കെട്ടിന് സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുക്കണമായിരുന്നു. ഇനി അവർ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ മോക്ക് കുത്താവൂലേ എന്നും പറഞ്ഞ് അതും കടമൊക്കെ മേടിച്ച് അരിഞ്ഞാണം കെട്ടൊക്കെ നല്ലപോലെ നടത്തി മോളെ സന്തോഷമായിട്ട് പറഞ്ഞു വിട്ട്. മാസത്തിൽ ഒരിക്കൽ മാത്രം മോക്ക് വീട്ടിൽ വരാം, മോൾക്ക് ഫോൺ വിളിക്കാൻ പാടില്ല. വരുമ്പോഴൊക്കെ മോള് പൊട്ടിക്കരയുകയാണ്, അമ്മേ ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് കല്യാണം വേണ്ട, ഞാൻ പഠിക്കട്ടെ, ഒരു ജോലി മേടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടോ, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ എന്നെ കെട്ടിച്ച് വിട്ടില്ലേ, ഞാനിപ്പോൾ അനുഭവിക്കുന്നില്ലേ എന്നും പറഞ്ഞ് നമ്മുടെ സരസ്വതിയുടെ മോള് സുനിത ഭയങ്കര കരച്ചിലാണ്. എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ പറ്റുന്നോ? ഇല്ല, നിങ്ങൾക്കിപ്പം കടം കയറി, നാട്ടുകാരെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ കൊടുക്കാൻ പറ്റുന്നില്ല, ബാങ്കുകാരെന്ന് വരുമെന്ന് അറിയില്ല. അതൊന്നും പേടിക്കേണ്ട മോളെ, മോള് സന്തോഷമായിട്ട് ജീവിക്കും. എന്ത് സന്തോഷമാണ് ആ വീട്ടിൽ. ഞാനൊരു വേലക്കാരിയെ പോലെയാണ് ഞാൻ അവിടെ ജീവിക്കുന്നത്. എൻ്റെ കുഞ്ഞുമായിട്ട് ഞാൻ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നേ അവിടെ നിന്ന് പോയാൽ. അപ്പം അമ്മ പറയുന്നു, മോളൊന്നും ചെയ്യരുത്, മോള് പിടിച്ച് നിൽക്കി, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും എന്ന് പറയുന്നു. എത്രയെന്നും പറഞ്ഞ് പിടിച്ച് നിൽക്കുമോ അമ്മയും? ഭർത്താവിനൊരു സ്നേഹവുമില്ല, അച്ഛനും അമ്മയും പറയുന്നതേ കേൾക്കുകയുള്ളൂ. ഭർത്താവിനെങ്കിലും എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നാണ്. ഇല്ല മോളെ, നീ നിൻ്റെ കുഞ്ഞിന് വേണ്ടി നീ പിടിച്ചു നിൽക്കണം എന്ന് അമ്മ മോളെ ഉപദേശിക്കുന്നു. എൻ്റെ മോളൊന്നും ചെയ്യരുത്, നീ മാത്രമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് പറയുന്നു. ദുഃഖങ്ങളെല്ലാം ഒതുക്കി ആ പെൺകുട്ടി 10-21 വയസ്സിൽ അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ജപ്തിക്കാർ വന്നു. എവിടെ ഇറങ്ങും? സതീശനും ഭാര്യയും മോനും സുധീഷുമായിട്ട് എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ വയ്യാതെ ആകെ വിഷമത്തിൽ ഓടുകയാണ്. ഇതെല്ലാം കേട്ട് ആ പെൺകുട്ടി ആകെ തകർന്നിരിക്കുക. ഭർത്താവിൻ്റെ അടുത്ത് കുറച്ച് സ്വർണ്ണം അവർക്ക് കൊടുത്ത് സഹായിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ അത് പറ്റില്ല, ഒന്നാമത് നിൻ്റെ വീട്ടുകാർ കുറച്ചേ തന്നുള്ളൂ, എനിക്ക് ഇതിൽ കൂടുതൽ കിട്ടുമായിരുന്നു എന്നും പറഞ്ഞ് ആ പെൺകുട്ടി ഇപ്പോഴും അനുഭവിക്കുകയാണ്. ഓരോ അച്ഛനമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പെൺകുട്ടികൾ പഠിക്കട്ടെ, പഠിച്ച് അവളൊരു ജോലി വാങ്ങട്ടെ, അവൾ സ്വന്തം കാര്യം നിൽക്കാൻ പഠിക്കട്ടെ. എത്ര നല്ലൊരു ആലോചന വന്നാലും നമ്മുടെ മക്കളെ പെട്ടെന്ന് പിടിച്ച് കെട്ടിക്കരുത്. അവരെ ജീവിതം അവർ തിരഞ്ഞെടുക്കട്ടെ.